12/8/2021 ലക്ഷ്മിപ്രിയയുടെ ഫ്ലാറ്റിൽ ചെന്ന് 10,16,000 രൂപ പിന്നെ അക്കൗണ്ട് വഴിയും 10 ലക്ഷം രൂപ ലിക്വിഡും, അങ്ങനെ ടോട്ടൽ 20,16,000 രൂപ കൊടുത്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് 20 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് ലക്ഷ്മിപ്രിയ തരുകയും ചെയ്തു. AMMA കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കോമാളിത്തരത്തിന് ഞാനിവിടെ തിരശീല ഇടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ജസ്റ്റിസ് ഫോർ അൻസിബ. ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ കള്ളത്തരങ്ങൾ ഈ വീഡിയോയിലൂടെ വിത്ത് സോളിഡ് പ്രൂഫ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ പോവുകയാണേ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ലക്ഷ്മിപ്രിയ ചേച്ചി കാണണം, നമ്മൾ ആരും മണ്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കട്ടെ അവർ. കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം ചാനലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒരു തള്ളലുണ്ടായിരുന്നു. ചേച്ചി തീർന്നു കേട്ടോ, നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ സ്റ്റുഡിയോ ഞാൻ ഈ പരുവത്തിലാക്കിയത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. കാരണം നിങ്ങളെന്ന കള്ളിയെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടിരുന്ന് വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നേ. സോളിഡ് പ്രൂഫുകളാണ് ചേച്ചി കിട്ടിയിരിക്കുന്നത്. സോളിഡ് പ്രൂഫുകൾ. 20 ലക്ഷം രൂപ ഒരു പാവം മനുഷ്യനെ നിങ്ങൾ പറ്റിച്ചില്ലേ ചേച്ചി? ആ നിങ്ങൾ പറയുന്ന കഥകൾ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കണോ? ഈ 20 ലക്ഷത്തിന്റെ കഥകൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്കൊന്നും അറിയാൻ പാടില്ല. തെളിവുണ്ട് ചേച്ചി, സോളിഡ് പ്രൂഫ് ഉണ്ട് ചേച്ചി. നിങ്ങളെ അമ്മയിൽ AMMA താരസംഘടനയിൽ ആരാണ് എലക്ഷന് മത്സരിപ്പിച്ചത്? അതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആരാണ്? ക്രിമിനൽ കേസുള്ള നിങ്ങളെ ആരാണ് അവിടെ എലക്ഷനിൽ മത്സരിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും അല്ലയോ? തെളിയിച്ചു തരാം. 20 ലക്ഷം രൂപ ഒരു സിനിമയുടെ പേരും പറഞ്ഞ് ഒരു പാവം മനുഷ്യനെ പറ്റിച്ചതാ. തെളിവുണ്ട് അതിനും. കാരണം ഫിലിം ചേംബറിലൊക്കെ എത്തി പരാതി. അപ്പത്തേക്ക് ചേച്ചിയൊക്കെ തിരിച്ച് ചെക്ക് കൊടുത്തു 20 ലക്ഷത്തിന്റെ ഒരു പാവം മനുഷ്യന്. അതും ബൗൺസായി. അതിൻ്റെ പേര് കേസ് നടക്കുക. ഞാൻ വെറുതെ ഇരുന്ന് വായ്ത്താളം അടിക്കുന്നതല്ല ഇതൊന്നും. സിബിലാൽ എന്ന് പറയുന്ന ആറാട്ടുമുണ്ടൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓണം കഴിയുമ്പോഴത്തേക്ക് ആ പടം റിലീസാവും. അതിൻ്റെ പ്രൊഡ്യൂസറാണ് സിബിലാൽ. അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കേൾക്ക്. നിങ്ങളെല്ലാവരും ഈ ഒരു വോയിസ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഈ അൻസിബ ലക്ഷ്മിപ്രിയ ടിനി ടോം വിഷയത്തിൻ്റെ പുറകെയാണ് ഞാൻ. കാരണം അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്ക് അങ്ങനെ ഒരു കള്ളിയായിട്ട് കാണാൻ തോന്നുന്നില്ല. അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുണ്ട് എന്ന് പലപ്പോഴായിട്ട് തോന്നിയൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഈ ലക്ഷ്മിപ്രിയയ്ക്കും ടിനിച്ചേട്ടൻ്റെയൊക്കെ പുറകെ ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണേ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു. എനിക്ക് തെളിവുകളൊന്നും അങ്ങോട്ട് തരാൻ പറ്റാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. കൂടുതലായിട്ടൊന്നും അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷെ ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയും, ലക്ഷ്മിപ്രിയ ഒരു കള്ളിയാണ് എന്നുള്ള കാര്യം. ഇതാണ് അതിനുള്ള റീസൺ. കേട്ടോ? സിബിലാൽ. അതെ, സിബിലാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുമോ ചേട്ടാ? ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ അറിയാമെങ്കിലും ആൾക്കാർ മറന്നു തുടങ്ങി അല്ലേ? പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ മറന്നുപോയി. അതെ അതെ അതെ. അമ്മയിലുള്ള ഒരു വ്യക്തി കാരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു വ്യക്തി, അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ലക്ഷ്മിപ്രിയ ചേട്ടന്റെ ആദ്യ പടമാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ആറാട്ടുമുണ്ടൽ പടം റിലീസ് ആയിട്ടില്ല. ഓണം കഴിഞ്ഞിട്ട് റിലീസ് ഉണ്ട്. ഓണം കഴിഞ്ഞിട്ട് റിലീസ് ഉണ്ട്. ഇപ്പൊ ഓണം കഴിഞ്ഞ റിലീസ് ഉണ്ട്. ഓക്കെ. ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതെ അതെ. അപ്പം അതും ഈ ലക്ഷ്മിപ്രിയായിട്ട് എങ്ങനെയാണ് ചേട്ടാ കണക്ഷൻ? എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, ചേട്ടന് കുറച്ച് ക്യാഷ് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു.
ലക്ഷ്യപ്രിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ലക്ഷ്യപ്രിയെ പരിചയപ്പെടുന്നത്. ഓക്കെ. കാരണം നമ്മുടെ ഈ സിനിമയിലും ഒരു സഹോദരിയായിട്ട് ലക്ഷ്യപ്രിയയുടെ അത് ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളെ വേണോ. അപ്പോ ഈ ഒരു കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഇതിലായിട്ട് പോയി നമ്മുടെ സിനിമയിൽ ചാൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാം. ഏകദേശം 12/8/2021 ലക്ഷ്മിപ്രിയയുടെ ഫ്ലാറ്റിൽ ചെന്ന് ഞാന് കഥാകൃത്തുണ്ടായിരുന്നു. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറാമാൻ ബിജി കൃഷ്ണൻ എന്ന് പറയുന്നത്. ഓക്കെ. അദ്ദേഹം വിനയൻ സാറിന്റെ അസോസിയേറ്റ് അസിസ്റ്റന്റ് വർക്ക് ചെയ്ത ആളാണ്. ഡയറക്ഷനും ക്യാമറയും ചെയ്തു. ഞങ്ങള് മൂന്നുപേരോടെ പോയി കഥയും അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കഥ എഴുതിയാളെന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ. എന്നൊക്കെ നമ്മുടെ ചെറിയൊരു ഇതുകൊണ്ടല്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം ആയതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടല്ലോ. മനസ്സിലായില്ല. ഇവര് പറഞ്ഞു അയ്യോ ഇങ്ങനൊന്നും അല്ല ഒരു സിനിമയുടെ തിരക്കഥ, ഇങ്ങനൊന്നും അല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും ഹസ്ബൻഡും കൂടെ, അതുപോലെ തന്നെ ഹസ്ബൻഡ് ജയേഷ്, ഹസ്ബൻഡ് കെ മൻസാറിന്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തത്. ഞാനും ചേട്ടനും കൂടെ തിരക്കഥ പൊളിച്ചെഴുതിത്തരാം, നല്ല രീതിയിൽ തിരക്കഥ എഴുതിത്തരാം. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു ധാരണയായി പിരിഞ്ഞു. അതിന് ശേഷമാണ് ഒരു 19/9 എന്നെ വിളിക്കുന്നത്. രാവിലെ വിളിച്ചിട്ട് അത്യാവശ്യം എനിക്കൊരു അമ്പകാര്യം ഓക്കെ തിരക്കഥ എഴുതാനൊക്കെ തീരുമാനിച്ചെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. അമ്പ കൊടുത്തു. അങ്ങനെ ആവശ്യമായിട്ട് ഏകദേശം ഒരു 25-26 പ്രാവശ്യമായിട്ട് ഞാൻ 10,16,200 രൂപ അവരുടെ അക്കൗണ്ടിൽ എനിക്ക് ചെറിയ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി വന്നത്. അപ്പൊ എന്റെ ഒരു വസ്തു, എന്റെ പേരുകളുടെ മേലെ ഒരു വസ്തു വിറ്റൊക്കെ അഡ്വാൻസ് അതേപോലെ തന്നെ ലിക്വിഡായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. ഓക്കെ. ഓക്കെ. പക്ഷേ അതിന് ശേഷം മാസങ്ങളായിട്ടും തിരക്കഥ പൂർത്തിയാകുന്നില്ല. തിരക്കഥയെ സംബന്ധിച്ച് ഇവരൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ വിശദമായി ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവര് സിനിമയിലോ അല്ലെങ്കിൽ ഈ സീരിയൽ അല്ലെങ്കിൽ കോമഡി ഷോയിലൊക്കെ അഭിനയിക്കുന്നതല്ലാതെ തിരക്കഥ ഒരു സിനിമയ്ക്ക് എഴുതാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ലെന്ന് അവർ ഹസ്ബൻഡ് കെ മൻസാറിന്റെ വേറെ ഷൂട്ടിംഗ് പോലും കാണാൻ പോകില്ല എന്നുള്ളതാണ് പിന്നെ ചേട്ടൻ തിരക്കിയപ്പോ അറിയാൻ പറ്റിയത്. അങ്ങനെ നമുക്ക് കഴിവ് പറ്റിയെന്ന് മനസ്സിലായി. ഓക്കെ. ഓക്കെ. അല്ല ചേട്ടാ, ഞാനിപ്പോ ഒരു സംശയം ചോദിക്കട്ടെ. ഓൾറെഡി ഇത് തിരക്കഥ നിങ്ങളെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ, കഥ തിരക്കഥയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പൊ അവിടെ ചെന്ന് ഇവരിത് ചെയ്യാന്ന് പറഞ്ഞപ്പോ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് എഴുതിയ തിരക്കഥ എന്ന് പറയുന്നത് കഥാകൃത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഓക്കെ. ഓക്കെ. അത് ഞാനും കൂടാണ് തിരക്കഥ, ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊരു തിരക്കഥ. മനസ്സിലായി. ചേട്ടന്റെ സിനിമയോടുള്ള ഒരു പാഷന്റെ പുറത്ത് ഇറങ്ങിയതാ. തീർച്ചയായിട്ടും. അതെ. ഞാന് വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഉബേനിയുടെ റാഹേൽ മകൻ കോര, അങ്ങനെ ചെറിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് നമുക്ക് പൈസയായി. അങ്ങനെ ഒരു പടം സ്വന്തമായിട്ട് ചെയ്യണോ, ചെറിയ പടം അങ്ങനെ മനസ്സിലായി. അല്ല, അപ്പൊ അവിടെ ചെന്നപ്പോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആര് സംവിധാനം ചെയ്യുന്നുള്ള പ്ലാൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നു അല്ലെ? സംവിധാനം ചെയ്യുന്നുള്ള പ്ലാൻ ഇല്ല. മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ഭർത്താവിനെ സജസ്റ്റ് ചെയ്തു. അതെ. അവരെ അങ്ങനെ ഞങ്ങൾ പൂജ വരെ നടത്തി. ഞാൻ കണ്ടു, അതിന്റെ ഫോട്ടോസ് ഒക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്നെ കൊണ്ട് പൂജ വരെ നടത്തി. അതിനുശേഷമാണ് നമ്മൾ ചതിക്കുടിയിൽ ചെന്ന് വീണോ എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഏകദേശം 10,00,000 ഇവർക്ക് കൊടുത്തു. 10,16,000 രൂപ പിന്നെ അക്കൗണ്ട് വഴിയും 10 ലക്ഷം രൂപ ലിക്വിഡും, അങ്ങനെ ടോട്ടൽ 20,16,000 രൂപ കൊടുത്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് 20 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് ലക്ഷ്മിപ്രിയ തരുകയും ചെയ്തു, ഡേറ്റ് ഇട്ട്. അല്ല, ലക്ഷ്മിപ്രിയ ഈ ചെക്ക് തരാൻ കാരണം എന്തായിരുന്നു ചേട്ടാ? ഞാൻ അങ്ങനെ ഇത് നമുക്ക് ചതിവാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഫിലിം ചേമ്പറിൽ പരാതി കൊടുത്തു.
ഓക്കെ ഓക്കെ. ഫിലിം ചേമ്പറിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചെക്ക് വരുന്നത്. അതെ അതെ. അപ്പൊ ഇവര് നേരെ ആറാട്ടുകുണ്ടൻ എന്ന സിനിമയെ ബന്ധപ്പെട്ട് എനിക്ക് ഹസ്ബൻഡിന് യാതൊരുവിധ ബന്ധങ്ങളില്ലാന്ന് ഫിലിം ചേമ്പറിൽ ഒരു പത്രത്തിൽ എഴുതി കൊടുത്തു. ഓക്കെ. അന്നത്തെ ദിവസം തന്നെ ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണമല്ലോ. ഈ ചെക്ക് ഞാൻ കണ്ടു, മനസ്സിലായില്ലേ? അതായത് ലക്ഷ്മിപ്രിയ ഈ വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത ചെക്ക്. ഓക്കെ, അതിൻ്റെ ഫോട്ടോ ആ വ്യക്തി എനിക്ക് അയച്ചു തന്നു. പുള്ളി എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അയച്ചു തന്നു. അതിനകത്ത് ഈ ചെക്ക് ഉണ്ടായിരുന്നു. എനിക്കതിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആ ചെക്ക് പുള്ളി അയച്ചു, പുള്ളി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അതെല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. പിടി കിട്ടിയല്ലോ നിങ്ങൾക്ക്. കേസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്നല്ലേ? പുള്ളി തന്നെ പറയും ആ ചെക്കൊക്കെ ബൗൺസായി. അതുകൊണ്ടാണ് ഫിലിം ചേംബറിൽ പുള്ളി പരാതി കൊടുത്തു. കാരണം കാശൊക്കെ മേടിച്ചു. ഒരു പാവം മനുഷ്യൻ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട്, മനസ്സിലായില്ലേ, പ്രൊഡ്യൂസറായി മാറി. പുള്ളി തന്നെ പുള്ളിയുടെ കൂട്ടുകാരനുമായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് നേരെ ചെന്നു. ലക്ഷ്മിപ്രിയയ്ക്ക് അതിനകത്തൊരു ഒരു റോള് ലക്ഷ്മിപ്രിയയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവരെ കാണാൻ ചെന്നത്. ചെന്നപ്പോഴത്തേക്ക് ഞാൻ തിരുത്താം. ആ മനുഷ്യന് സിനിമയെപ്പറ്റി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സിനിമയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രംഗത്തേക്ക് വരുന്നൊരു വ്യക്തിയാണ്. പുള്ളിക്ക് വലിയ പിടിപാടൊന്നുമില്ല ഇതിനെപ്പറ്റി. അതുകൊണ്ട് മാത്രം ലക്ഷ്മിപ്രിയ വർഷങ്ങളായിട്ടുള്ളതാണല്ലോ. അവരുടെ വാക്കിൽ വീണുപോയി. ഞാൻ തിരുത്താം, എൻ്റെ ഭർത്താവ് സംവിധാനം ചെയ്യും, ഭയങ്കര സംവിധായകനാ. ഇറങ്ങി ആ പാവം വിശ്വസിച്ചു പോയി. അതിൻ്റെ പേരിൽ ചോദിക്കുമ്പോൾ 10,16,000 രൂപയോളം അക്കൗണ്ട് വഴി മാത്രം അയച്ചു കൊടുത്തു. അതല്ലാതെ ബാക്കി കയ്യിലായിട്ടും ഒരു 10 ലക്ഷം രൂപയോളം കൊടുത്തു. മനസ്സിലായോ? ഇത് അവർ സമ്മതിച്ചുകൊണ്ടാണല്ലോ ഫിലിം ചേംബറിൽ ഈ ചേട്ടൻ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വന്ന് ഇതുമായിട്ട് ഇനി യാതൊരു ബന്ധവും എനിക്കില്ല, മേടിച്ച പൈസ തിരിച്ചു തരാമെന്നും പറഞ്ഞ് ആ പൈസ ചെക്കായിട്ട് അങ്ങോട്ട് കൊടുത്തത്. ചെക്ക് കൊടുത്തു, പക്ഷേ പൈസയൊന്നും കിട്ടിയില്ല പുള്ളിക്ക്. അതുകൊണ്ട് പുള്ളി കേസിന് പോയി. ബാക്കി നിങ്ങൾ കേക്ക്. ഒരു സിനിമയെ ഇഷ്ടപ്പെട്ട് ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ അയാൾക്ക് ഉണ്ടായ അനുഭവമാണ് ലക്ഷ്മിപ്രിയയിൽ നിന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. ആ ലക്ഷ്മിപ്രിയയാണ് ഇപ്പം അൻസിബയ്ക്കെതിരെ ഈ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. മനസ്സിലായോ? ഈ ലക്ഷ്മിപ്രിയയെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ? ഇവർ പറയുന്നതിനകത്ത് എന്താ സത്യം, ഏതാ കള്ളം എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കാരണം ഒരു പാവം മനുഷ്യനെയൊക്കെ പറ്റിച്ചിട്ടുണ്ടേ. ചെറിയ പൈസയൊന്നുമല്ല, 10 ലക്ഷം രൂപയാ. ആ ഒരു മനസ്സുള്ളൊരു വ്യക്തിക്ക് അൻസിബയ്ക്കെതിരെ പലതും പറയാൻ പറ്റത്തില്ലേ? കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് എന്താ പറഞ്ഞത്? 1 മണിക്കൂർ 20 മിനിറ്റ് 15 സെക്കൻഡ് മാത്രമേ അവിടെ ഇരുത്തിയിട്ടുള്ളൂ. ഡിജിറ്റൽ തെളിവ് എൻ്റെ ഉണ്ടെന്ന്. ആ പറഞ്ഞത് തന്നെ വിവരക്കേടാണെന്ന് പറ്റുമെങ്കിൽ ഇവരെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം പേപ്പർ കൊടുക്കാതെ, മനസ്സിലായോ, ഒരാളെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 20 സെക്കൻഡ് പോലും ഇരുത്താൻ പറ്റത്തില്ല. ചേച്ചി തന്നെ പറഞ്ഞു 1 മണിക്കൂർ 20 മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്ന്. വിവരക്കേടാകാം. ജനങ്ങളുടെ മുമ്പിലോട്ട് ഇറങ്ങി വന്നു എന്ന് മണ്ടത്തരം പറയരുത്. ആരും പിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരി നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ. മനസ്സിലായോ? ഇപ്പൊ പഴയതെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. ഇതൊന്നും അല്ല, വേറെ പല കഥകൾ നമ്മൾ കേൾക്കുന്നു. ഓരോന്നോരോന്നായിട്ട് തെളിവ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ഇടും. മനസ്സിലായോ? വേറൊന്നും കൊണ്ടല്ല. ഒരു പാവം പെൺകുട്ടി, അവളെ അങ്ങനെ ഇല്ലാതാക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല. അതിപ്പോൾ ആ പാവം പെൺകുട്ടി എന്നല്ല, ഒരു പാവം പയ്യനായിരുന്നെങ്കിലും അവളുടെ സ്ഥാനത്തെങ്കിലും അങ്ങനെ വെറുതെ കൊല്ലാൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലടേ. പ്രത്യേകിച്ച് മതം, രാഷ്ട്രീയം, ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയിലേക്ക് സിനിമയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സിനിമയെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല. ആ സിനിമയിലെ അംഗങ്ങൾ, മനസ്സിലായില്ലേ, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരുപാട് താരങ്ങൾ, അവരുടെ ഒരു കൂട്ടായ്മ, അതിനകത്തോട്ട് മതം കയറ്റി തിരികെ അവിടെ ആ ഒരു സംഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കാശങ്ങോട്ട് ഊറ്റിയെടുത്ത് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന പലരെയും അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. സത്യങ്ങൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. സത്യങ്ങളുടെ പുറകെ പോകും. മനസ്സിലായോ? തെളിവുകൾ ശേഖരിക്കാൻ ഇറങ്ങി ലക്ഷ്മിപ്രിയ ചേച്ചി ഇറങ്ങി. ഈ സിനിമ ആറാട്ടുമുണ്ടൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പൂജയൊക്കെ നടന്നതാ. ആ വ്യക്തി പറയുന്നുണ്ട് പൂജയും എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ഞാനിവിടെ കാണിച്ചേക്കാം. മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞതാ. ആ മനുഷ്യൻ്റെ കുറേ കാശ് ഇറങ്ങിയതാ. എന്താണെങ്കിലും ദൈവഭാഗ്യത്തിന് രണ്ടും ഭർത്താവും ഭാര്യയും കൂടെ എഴുതി കൊടുത്ത് അവരവരുടെ വഴിക്ക് പോയപ്പോഴത്തേക്ക് പുള്ളി തളർന്നില്ല. പുള്ളി ആ സിനിമയായിട്ട് മുന്നോട്ട് പോയി. അതാണ് ഒരു കലാകാരൻ, അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നൊരു വ്യക്തി. മനസ്സിലായോ? നമുക്ക് ബാക്കി കേൾക്കാം ഇനി ആ വ്യക്തി പറയുന്നത് എന്താന്ന്. എനിക്ക് ചെക്ക്
ചെക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായി. ഓൾറെഡി ഇവരെ പൈസ ഇവരായിട്ട് തന്നിട്ടില്ല, ചെക്ക് തന്നിട്ടേ ഉള്ളൂ, പൈസ ആയിട്ടില്ലത്. അല്ല, ചെക്ക് തന്നു, ഡേറ്റ് ഇട്ട് ആ ഡേറ്റ് ചെക്ക് നമ്മൾ പ്രസന്റ് ചെയ്തു. അപ്പൊ ചെക്ക് ബൗൺസ് ആയി. ചെക്ക് ബൗൺസ് ആയി. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. അത് ക്യാഷ് ചെക്കിൽ കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ നമ്മള് പിന്നെ വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ടു. വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ട് ഇവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഓക്കെ. പിന്നെ ഇവരെ വസ്തുമായി ബന്ധപ്പെട്ട സിവിൽ കേസ്, അങ്ങനെ 2 കേസ് ഓൾറെഡി ഇപ്പൊ നിലവിലുണ്ട്. ഒന്ന് ആലപ്പുഴയില് സിവിൽ കേസും, ആലപ്പുഴ കോടതിയിൽ സിവിൽ കേസും, അമ്പലപ്പുഴയില് ഈ ചെക്ക് കേസ് ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. അതെ, ഈ ക്രിമിനൽ കേസ് നിൽക്കുന്ന സമയത്താണ് ഒരു അമ്മയില് മത്സരിച്ചത്. അതെ അതെ അത് എന്റെ അറിവിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ. അതെ, ഇപ്പൊ നിലവിൽ ലക്ഷ്മിപ്രിയ പറയുന്നത് അങ്ങനെ ഒരു കേസ് ലക്ഷ്മിപ്രിയക്ക് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ആ കേസ് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഈ ഇപ്പൊ താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മാസം 26-ാം തീയതി അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. ഓക്കെ, അമ്പലപ്പുഴ കോടതിയിൽ കേസുണ്ട്. മാധ്യമങ്ങളോട് പലതും പറയാം, പക്ഷെ കോടതിയിൽ ഇരിക്കുന്ന കേസ് എന്തായാലും മാറ്റിക്കളയാൻ പറ്റത്തില്ലല്ലോ. കേസ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് പറ്റുമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അയച്ചു തന്നാൽ മതി, കേസിന്റെ ഡീറ്റെയിൽസ്. അത് 116/2022. 2022. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി ചേട്ടാ. അത് കൂടാതെ ചേട്ടാ പറഞ്ഞു. അല്ല, അതിപ്പം നമുക്ക് അടിച്ചു നോക്കി അറിയാലോ. ഇപ്പൊ അടിച്ചു നോക്കിയാൽ അറിയാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ചെറുതായ കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ഇപ്പം ഈ ഓണം കഴിയുമ്പോഴത്തേക്ക് സിനിമ റിലീസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അതാരാണ് ഡയറക്ട് ചെയ്യാൻ? പടം എല്ലാം പടം ഡയറക്ട് ചെയ്തത് ഞാൻ പറയല്ലോ, വിനേഷ് സാറിന്റെ അസോസിയേറ്റുള്ള വിജി കൃഷ്ണൻ. ഓക്കെ ഓക്കെ. അതായത് ഈ സംവിധാനം എന്ന് പറഞ്ഞ വന്ന നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് അതിനകത്ത് മാറി, അവര് ഫിലിം ചേമ്പറിൽ അവര് 2 പേരും മാറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ. അങ്ങനെ വിജയ് കൃഷ്ണനെ ക്യാമറാമാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നു. ഓക്കെ. അദ്ദേഹം ഡയറക്ട് ചെയ്തു. ഓക്കെ. ക്യാമറാമാൻ ഷാജി ജേക്കബ് എന്ന് പറയുന്ന ആലപ്പുഴ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അങ്ങനെ എന്തായാലും അഭിനയിച്ചിരിക്കുന്ന നമ്മളെ സൂരജ്, കൈലാഷ്, പിന്നെ മെറീന മൈക്കൽ, സുധിലക്ഷ്മി, ശിവജി ഗുരുവായൂർ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഓക്കെ. കൈലാഷൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ചേട്ടനപ്പൊ ഇത് ഇത്രയും ഈ ഒരു ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ അൻസിലയുടെ ഒക്കെ ഒരു വിഷയം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചേട്ടൻ അറിഞ്ഞു കാണുമായിരിക്കും ആ ഒരു വിഷയം. അറിഞ്ഞു. ഞാന് ഈ വിഷയമാണ് സത്യം പറഞ്ഞ. എനിക്ക് എന്താ പറയണ്ടേ, ഈ ഒരു കാരണവശാലും ഈ സത്യത്തിന് ഇവര് നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും ഇവരതിനെ ഒരു ബദല് കണ്ടെത്തി ഇടവാക്കാനുള്ള ഒരു ശ്രമം ഉണ്ട് ഈ ലക്ഷ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് 100%. അവരുടെ ഒരു ഞാനുമായിട്ടുള്ള കുറച്ച് നാളത്തെ ഒരു സൗഹൃദത്തിൽ ഞാൻ പറയുന്നത്. മനസ്സിലായി മനസ്സിലായി. അവർക്ക് ബോധപൂർവ്വം അവർ നമ്മളിത് ലൈവായിട്ട് നമ്മൾ നടക്കുന്ന കാര്യം പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കത്തില്ല. മനസ്സിലായി മനസ്സിലായി. അല്ല, ഇതിപ്പം ചേട്ടന്റെ സൈഡില് ലൈക്ക് വിത്ത് പ്രൂഫ് ഉണ്ട്, കോടതിയിൽ കേസ് നടക്കുന്നു, ഈ മാസം എന്തുവാണ് അതിന്റെ ഫൈനൽ ഹിയറിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അറിയാൻ സാധിച്ചത് ഞാൻ അമ്മയില് രേഖാമൂലം പരാതി കൊടുത്തിട്ട് അമ്മയുടെ യോഗത്തിൽ ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം തന്നെ എന്തായിരിക്കും ലക്ഷ്മിപ്രിയയുടെ സത്യം പറയുന്നതിനുള്ള സത്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അതെ അതെ, ആ അമ്മയിലെ മുഴുവൻ ഭാരവാഹികൾക്കും അറിയാം നിലവിൽ കേസ് ഉണ്ടെന്നുള്ളത്. അവർക്ക് എല്ലാവർക്കും അറിയാലോ കേസുള്ള കാര്യം, എല്ലാവർക്കും. അല്ല, ഇതെല്ലാവർക്കും ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും അവരെല്ലാരും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യണം. അൻഷിബ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പൊ അൻഷിബയുടെ കേസ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, ആ ഒരു വിഷയത്തിൽ പോലും ആ പെൺകുട്ടിയെ പിന്നെ അങ്ങോട്ട് ഹരാസ് ചെയ്ത് മാറ്റം വരുത്തണമെങ്കിൽ അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും വലിയത് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവരൊരു ഫോക്കസ് ആണല്ലോ, അതൊക്കെ ഇവരൊരു ഫോക്കസ് ആണ്. അത് എന്താ പറയണ്ടേ, ഈ സാധാരണക്കാരായ സിനിമ കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കടക്കം മനസ്സിലായിട്ടുണ്ട് ഇതില് കള്ളത്തരമാണ് ലക്ഷ്മിപ്രിയ. അത് കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി കണ്ടത്. കാരണം ഒരു ചോദ്യം 2ാമത്തെ തവണ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ നിന്ന് വിറയ്ക്കും.
അതാണ് അവിടെ പിന്നെ മിണ്ടാറില്ല, പിന്നെ എങ്ങനെയെങ്കിലും അതിനകത്ത് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ്. കാരണം ലക്ഷ്മിപ്രിയയുടെ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളാണ് ഈ സ്റ്റാർമാജിക്ക് നമ്മൾ കണ്ടാണ്. പക്ഷെ അത് മുഴുവൻ കണ്ടാണ്. അതെ അവിടെ ഇറങ്ങിപ്പോയി. പിന്നെ അത് ബിഗ് ബോസ് പറഞ്ഞ ഷോയില് ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, സിബിലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനായിട്ട് വീഡിയോ ചെയ്ത് നീതി മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അൻസിബയുടെ കാര്യം എന്നെടുത്ത് പറയുന്നത്. അതായത് സിബിലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കേസ് ഈ മാസം 26-ാം തീയതി അമ്പലപ്പുഴ കോടതി ഫൈനൽ ഹിയറിംഗ് ആണ്. പുള്ളിക്ക് നീതി കിട്ടും. കാരണം പുള്ളിയുടെ കയ്യിൽ ചെക്കുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷ്മിപ്രിയയും ഭർത്താവും കൂടെയും കൊടുത്ത ചെക്ക്, ബൗൺസ് ആയ ചെക്ക്, അത് മതി. പുള്ളിക്ക് പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ അൻസിബ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാൻ കാരണം, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾ കേട്ട് കുറേ ആളുകൾ കല്ലെറിയാൻ നിപ്പുണ്ട് അൻസിബേനെ. ലക്ഷ്മിപ്രിയയുടെ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് ലക്ഷ്മിപ്രിയ കാരണം സങ്കടപ്പെട്ട ചില ആളുകൾ പറയുന്നതും കൂടെ ഒരു ചെവിയിലൂടെ കേൾക്കാൻ എല്ലാവർക്കും ഒരു കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വോയിസ് മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് കാണും. ഈ 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണേ, എന്നിട്ട് കല്ലെറിയാൻ പോകും. പല കമന്റ് ബോക്സിലും കണ്ടു അൻസിബ എന്ന പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളെ. ചില ഓൺലൈൻ മീഡിയക്കാർ വഴിയും അതല്ലാതെ സിനിമയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ വഴിയും എനിക്കും പേഴ്സണലായിട്ട് അറിയാൻ സാധിച്ചു. അതായത് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോ അടക്കം ഇല്ലാതാക്കാൻ ഒരുപാട് കാശ് പുറകെ കൂടെ പല ആളുകൾ ഇറക്കുന്നു എന്നുള്ളൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും എങ്ങും താന്നു പോകത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അറിഞ്ഞിരിക്കണം സത്യം എന്താണെന്ന്. കാരണം മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ താരസംഘടന അങ്ങനെ ചുമ്മാ ഒന്നും ഇല്ലാതായി പോകരുത്. പിടികിട്ടിയോ? നാളെയും ഒരുപാട് ആളുകൾ വരേണ്ടതാണ് മലയാള സിനിമയിലേക്ക്. ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് അറച്ചു പോകും. അൻസിബ എന്ന് പറയുന്ന ആ പെൺകുട്ടി, ഒരുപാട് ആളുകൾക്ക് അതിലെ അംഗങ്ങളായിട്ടുള്ള പ്രായമേറിയ ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ആളാണ് അൻസിബ എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ സാധിച്ചത്. പലരുടെയും പെൻഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ തിരക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഉള്ള ഒരാളെയാണ് ചില ആളുകൾ അവരുടെ പേഴ്സണൽ ലാഭത്തിനായിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതം തിരികെ കയറ്റാൻ അവിടെ കളിക്കുന്ന ഒരു കളി. ശ്വേത ചേച്ചിയുടെ ഭർത്താവിന് ഇതിനകത്ത് എവിടെയൊക്കെയോ കൈയുണ്ടെന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടു. തെളിയണം ഇതൊക്കെ. അതൊക്കെ തെളിഞ്ഞില്ലെങ്കിലും ഈ ലക്ഷ്മിപ്രിയ ചേച്ചി ഇറക്കി കളിക്കുന്ന ഈ ഒരു കളിയുണ്ടല്ലോ, ഇതിൻ്റെ പുറകിലെ സത്യാവസ്ഥ നിങ്ങൾ എല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മിപ്രിയ കാരണം ജീവിതം തന്നെ ഒന്നിടയ്ക്ക് വഴിമുട്ടിപ്പോയ ഈ വ്യക്തിയെ കണ്ടുപിടിച്ച് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാനുണ്ട്. എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതെ ശരി. ഒരാളെ ഈ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ എങ്ങനെ വന്നെന്നാണ് നമുക്ക് മനസ്സിലായി. അല്ല, അമ്മയുടെ ഭാരവാഹിയാകാൻ ഇലക്ഷന് നിൽക്കണമെങ്കിൽ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഉണ്ടാവരുത്. ഇതിപ്പോഴും കേസ് നിലനിൽക്കുക, എന്നിട്ടും അവരോട് അനുസരിച്ചു. അത് സിനിമയെ ബന്ധപ്പെട്ടാണ് നമുക്ക് കാശ് മേടിച്ചിരിക്കുന്നത്. മനസ്സിലായി. ആണെങ്കിൽ ഓക്കെ, അമ്മ സംഘടനയ്ക്ക് പറയാതെ ഞങ്ങൾക്ക് കാണേണ്ട കാര്യമില്ല. പല സാമ്പത്തിക കാർഡും പലരുമായിട്ടും ഉണ്ട്. പക്ഷെ ഇതല്ലല്ലോ. മനസ്സിലായി. എന്നിട്ട് പോലും സിനിമാക്കാരുടെ സപ്പോർട്ടില്ല. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളെ ചീറ്റ് ചെയ്ത് പൈസ മേടിക്കുക. മനസ്സിലായി കേട്ടാ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ചേട്ടൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയില്ല. അത് ശരിക്കൊരു സിനിമയോടുള്ള ഒരു സ്നേഹമുള്ളവർക്ക് മാത്രമേ എല്ലാവർക്കും പറ്റില്ല അങ്ങനെ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇത്രയും പൈസ കയ്യിൽ പോയിട്ടും പോവുക, അത് ചെറിയൊരു കാര്യമല്ല. അത് നമ്മളൊരു വാശിയാരും തീർക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞ സിനിമയെ സ്നേഹിക്കുന്നവർ തന്നെ സിനിമയെ വെറുക്കാൻ കാരണം ഇങ്ങനെയുള്ള ഓരോ ആളുകളാണ്. കാണുന്ന നമ്മളെപ്പോലുള്ളവർക്കും ഉണ്ടല്ലോ, നമുക്കൊരു സംശയം തോന്നും, എന്താണ് ഇങ്ങനെ ഒരു സംഘടന അമ്മ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളവും. അല്ല, ഇതേപോലെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ എങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ ഇറങ്ങി. മനസ്സിലാക്കി. ഇതിനകത്ത് വേറെ പല കഥകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ശ്വേത മേനോനാണെങ്കിലും ശരി, അവരുടെ ഭർത്താവിന്റെ ഒരു കൈ ഇതിനകത്ത് അങ്ങനെ പല സൈഡുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പ്, അമ്പലത്തിന്റെ ഒരു സ്പോൺസർഷിപ്പ്, അങ്ങനെ പല കൈൻഡ് ഓഫ് കഥകളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ചേട്ടന്റെ ഈ ഒരു കാര്യം ഇതെല്ലാരും മുങ്ങിപ്പോയെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ലക്ഷ്മിപ്രിയ കംപ്ലീറ്റ്ലി ഡീസന്റ് എന്നുള്ളൊരു ഇമേജ് ആണ് സമൂഹ മാധ്യമങ്ങളിലുള്ള അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനൽ വഴി കഴിഞ്ഞ ദിവസം അവർ പുറത്തേക്ക് കൊടുക്കുന്നത്. ഓക്കെ,
ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. പുള്ളിക്ക് പറയാനുള്ളതെല്ലാം പുള്ളി പറഞ്ഞായിരുന്നു. ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അമ്മ സംഘടനയിലുള്ള ആളുകളോടാണ് അവസാനമായിട്ട് ഞാൻ തുടക്കത്തിൽ ചോദിച്ചതാണ് ആ ചോദ്യം. എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ത്രീയെ ഇലക്ഷന് അവിടെ മത്സരിപ്പിച്ചത്? ഇങ്ങനെ ഒരു ക്രിമിനൽ കേസൊക്കെ കിടക്കുന്ന ഈ ഒരു സ്ത്രീയെ എങ്ങനെയാണ്? നിങ്ങളൊന്നും തിരക്കിയില്ലേ? അതോ ഇവർ ഈ പറയുന്നത് പോലെ ഇവർക്ക് കേസില്ല എന്ന് ഇവർ പറഞ്ഞു? ഈ വ്യക്തി, ഈ സിബിലാൽ എന്ന് പറയുന്ന വ്യക്തി അമ്മയിലും പരാതി കൊടുത്തതാണ്. ഒരു കാര്യമില്ല. കാരണം എൻ്റെ കൂട്ടുകാരിയാ, ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരിയാ അവൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തും. ആ ഒരു മൂഡാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തിന്മകളെ എതിർത്ത ഒരു പെൺകുട്ടിയെ നാട്ടുകാരുടെ മുമ്പിൽ അങ്ങോട്ട് കള്ളിയാക്കി മാറ്റുക, അല്ലെങ്കിൽ അവളെ മോശക്കാരിയാക്കി മാറ്റുക, അവൾക്ക് അവിഹിതം, ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളും പുറകേ പോകും. ഓരോ സത്യങ്ങളും പിക്ക് ചെയ്തിങ്ങി കൊണ്ടുവരും, ജനങ്ങളെ കാണിച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മളെ കുറ്റക്കാരാക്കാൻ വന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ സൈഡ് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ലക്ഷ്മിപ്രിയയുടെ ഒരു തനി ഗുണം എന്താണെന്ന്. അങ്ങനെ തന്നെ പറയണം. ശരിക്കുള്ളവരുടെ ഒരു ക്യാരക്ടർ. നല്ല വൃത്തിക്ക് കാശടിച്ച് മാറ്റാനും ചേച്ചിക്ക് അറിയാം. എന്നിട്ട് ചെക്ക് കൊടുത്ത് അത് ബൗൺസായി ചെക്ക് കേസ്. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ടീം വന്നിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ അൻഷിബക്കുറ്റി അങ്ങനെയാണ്, അൻഷിബക്കുറ്റി ഇങ്ങനെയാണ്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ്. ചിരി വരും ഇതൊക്കെ കേൾക്കുമ്പോൾ. പൊന്നാര ചേച്ചി നമിച്ച് കേട്ടോ. എന്താണെങ്കിലും അടുത്ത ആളെ തപ്പിപ്പിടിക്കും ഇനിയും പറ്റിക്കാൻ. ഓക്കെ, ഈ കേസിൽ എന്തായാലും അൻസിബയുടെ കോർട്ടിൽ തന്നെയാണ് ബോൾ. നമ്മളെല്ലാം അവിടെ നിൽക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നടക്കത്തില്ല. കാരണം നിങ്ങളെപ്പറ്റി അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല നമ്മൾ അറിയുന്നതേ. വേറെയും തെളിവുകൾ ഇരിപ്പുണ്ട്. ഈ ഫോണിൽ കിടപ്പുണ്ട് കേട്ടോ. ആ വ്യക്തി അയച്ചു തന്ന സകല തെളിവുകളും ഉണ്ട്. എടുത്ത് പുറത്തോട്ട് വിടാത്തതാ. യൂട്യൂബ് അല്ലേ, അതുകൊണ്ടാ. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ. കാണിക്കാനുള്ള തെളിവുകളും കാണിച്ചു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ധൈര്യത്തോടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട്, പ്രത്യേകിച്ച് ഈ അമ്മ AMMA അസോസിയേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയായിട്ട് ബന്ധപ്പെട്ട്, അൻസിബയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നമുക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.